ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഒരു നാടൻ ഭക്ഷണവും അല്ലാതെ ഉള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ ഭക്ഷണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് കേരളത്തില് പ്രത്യേകിച്ചും അപ്പം, ഇടിയപ്പം, പത്തിരി എന്ന് വേണ്ട പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ചിക്കന്റെ ഏറ്റവും നല്ലൊരു റെസിപ്പിയിൽ ഒന്നാണ് ചിക്കൻ സ്റ്റൂ അല്ലെ. അപ്പൊ ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ നമ്മുടെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ചിക്കൻ സ്റ്റൂവിനും പ്രത്യേക ഒരു അടിപൊളി രുചിയാണ്, അങ്ങനത്തെ രുചിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ അമ്മ മിക്കവാറും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഇന്ന് അപ്പം കഴിക്കുന്നില്ല, പത്തിരി കഴിക്കുന്നില്ല, ചപ്പാത്തി കഴിക്കുന്നില്ല, ഇതൊന്നും അല്ല കഴിക്കുന്നത്. നമ്മള് ഒരു ഫോറിൻ സ്റ്റൈൽ അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലിലും അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബേക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം കൂടിയാണ് കഴിക്കുന്നത്. ഇനി ഈ ബേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബ്രെഡും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ ബേക്ക് ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ അതിലും ബേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ അകത്ത് എന്തുണ്ട്, അതിലും ഒരു നാടൻ സാധനമാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന നമ്മുടെ മത്തങ്ങ കണ്ടില്ലേ, മത്തങ്ങയും ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പൊ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും നമ്മുടെ മത്തങ്ങയും കൂടെ ഒരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തിട്ട് പുറത്തൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈലിൽ നമ്മുടെ ഈ രണ്ട് സാധനങ്ങൾ, ഈ നാടൻ സാധനങ്ങൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിലാക്കി ഇന്ന് ഞങ്ങളുടെ രാത്രിയിലത്തെ അത്താഴം ഇതാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ കഴിക്കാൻ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ന് ഈ ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെയൊക്കെ അല്ലെ, ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു രസമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സ്റ്റൂവും ഇതും കൂടെ. ഇനി ഇത് ഈ ബേക്ക് ചെയ്തിട്ട് ഇത് സ്റ്റൂ മാത്രമല്ല കേട്ടോ കഴിക്കാൻ പറ്റുന്നത്, ഇത് വേറെ പല രീതിയിൽ നമ്മുടെ വൈറ്റ് സോസ് ഒക്കെ ഉപയോഗിച്ചൊക്കെ കഴിക്കാം. അതായത് ഇനി വൈറ്റ് സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മയോണൈസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ ഇത് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ മത്തങ്ങയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, എന്നാൽ അമ്മ കുറെ നേരത്തെ കൈ ചൂട്ടി കാണിച്ചെന്നു ഈ മത്തങ്ങയുടെ കാര്യം പറയാന്നാണ് പറഞ്ഞത്. ഈ മത്തങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് പറയാവേ. ഈ മത്തങ്ങ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ മത്തങ്ങ ഉണ്ടാവണമെങ്കിൽ പറമ്പിലൊക്കെ ഒത്തിരി നട്ട് പടർന്നാലാണ് മത്തങ്ങ ഉണ്ടായത്. പക്ഷെ ഈ മത്തങ്ങ ഉണ്ടായത് എവിടെയാണെന്നറിയോ, പറമ്പിലല്ല, ഇത് ടെറസിന്റെ മുകളിലാണ്, വാർക്കപ്പക്കത്താണ് ഉണ്ടായതെന്നുള്ള ഒന്ന്. അത് മാത്രല്ല, ഇത് ടെറസിന്റെ മുകളിൽ കുടിച്ചിട്ട് എങ്ങനെയാണ്, ഒരു പെയിന്റിന്റെ പാട്ടയില്ലേ, ഒരു പെയിന്റിന്റെ കുഞ്ഞൊരു ബക്കറ്റിന്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് ചെറുതാണ്, ആ പെയിന്റും പാത്രത്തിന്റെ അകത്തെ മണ്ണിൽ കിളിർത്ത ഒരു മത്തങ്ങയിലുണ്ടായ കുറെ മത്തങ്ങ ഉണ്ടായാലും ഒരെണ്ണം ഞങ്ങൾക്ക് തന്ന നാടൻ മത്തങ്ങയാണ് കേട്ടോ ഇത്. ഏതാണ്ട് ഒരു 5-6 മത്തങ്ങകൾ അവർക്ക് ഉണ്ടായി. വലിപ്പം ഇത്രയൊക്കെയാണ് ഉള്ളത് മത്തങ്ങയുടെ, പക്ഷേങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായി ടെറസിൽ. അതായത് മണ്ണൊന്നും കൊണ്ടിട്ടില്ല, പെയിന്റും പാട്ടയ്ക്കകത്ത് ഉണ്ടായ മത്തങ്ങ. അപ്പൊ ഈ മത്തങ്ങയും സ്വീറ്റ് പൊട്ടറ്റോയും വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റവും അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന എന്താണെന്ന് ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂവും കൂടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുകയും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ലൈക്കും കമന്റും മറക്കുകയും ചെയ്യരുത്. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നേരെ ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. അതിന് മുമ്പേ ഈ മത്തങ്ങ നിങ്ങളെ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പൊ അത് നമ്മുടെ മത്തങ്ങ ഒന്ന് മുറിക്കാനായിട്ട് അമ്മ ട്രൈ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് മുറിക്കാം മത്തങ്ങ. അപ്പൊ ഇത് നമ്മുടെ മത്തങ്ങ നമ്മളിത് അങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മത്തങ്ങ നമുക്ക് പ്രത്യേക രീതിയിൽ ഇത് മെയിൻ കോഴ്സ് ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചോറും ഗോതമ്പും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ മെയിൻ ഭക്ഷണമായിട്ട് നമുക്ക് മത്തങ്ങ കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുക്കളക്കകത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് വിറകടുപ്പിനകത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് അത്ര ഒരു വിറകടുപ്പിനകത്ത് ഇരുന്നോണ്ട് നമ്മളിപ്പോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റൂ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ സാധനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഇതിന്റെ അകത്ത് ഇനിയും ഇല്ലാത്തതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ സാധനങ്ങളൊന്ന് കാണിക്കാട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടോ? ഒറ്റ തേങ്ങയുടെ പാല് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1-ാം പാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2ഉം 3ഉം കൂടി ഒന്നിച്ച് തേങ്ങാപ്പാൽ എടുത്താലും മതി നിങ്ങൾക്ക്, കുറച്ച് ലൂസായിട്ട്. പിന്നെ ഉള്ളത് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കായും ഗ്രാമ്പൂവും പട്ടയാണ് കേട്ടോ. പിന്നെ നമുക്ക് മസാലപ്പൊടിയൊക്കെ വേണം. അതൊക്കെ നമുക്ക് എല്ലാം നമ്മളിപ്പോ കാണിക്കുന്നില്ല, എന്നാലും മെയിൻ സാധനങ്ങൾ കാണിക്കാം. പിന്നെ കുരുമുളക് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കുരുമുളകും അതോടൊപ്പം തന്നെ പച്ചമുളകുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, സബോള അരിഞ്ഞതുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിനകത്ത് ഇൻഗ്രീഡിയന്റ് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. ഇത് രണ്ടും ഉണ്ട്. പിന്നെ കറിവേപ്പില,
പിന്നെ ഏറ്റവും മെയിൻ താരമായിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ. ഇതിപ്പോ ഒരു 1/2 കിലോ ചിക്കൻ ആണുള്ളത്. ഇത് ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടല്ല നമ്മൾ സ്റ്റൂവിൽ ഉപയോഗിക്കുന്നത്, ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനിയും ഇതിന്റെ അകത്ത് പറയാത്ത കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാം. നമ്മൾ ഇന്ന് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ ആണ് കേട്ടോ. നമ്മുടെ കുഴിയുള്ള ടൈപ്പ്. അതിൽ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതും വെളിച്ചെണ്ണയാണ്. നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ നമുക്ക് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു കുഞ്ഞു കഷ്ണം നമ്മുടെ ഇഞ്ചി അല്ലേ, ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഒരു ഇഞ്ച് കഷ്ണം, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം, ഒരു 5 വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പയ്യെ നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒപ്പം നമ്മള് പച്ചമുളക് അല്ലേ, 5 പച്ചമുളക് ഉണ്ട് ഇതല്ലേ, ഒരു 5 പച്ചമുളക്. ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ എരിവിന് ഉപയോഗിക്കുന്ന പച്ചമുളകും അതോടൊപ്പം തന്നെ നമ്മളുടെ കുരുമുളകുമാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ. കുരുമുളക് നമ്മളിങ്ങനെ ഫുൾ കുരുമുളക് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ചാണ് കേട്ടോ എടുക്കുന്നത്. കുരുമുളക് പൊടിയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുരുമുളക് കല്ലിൽ വെച്ച് പയ്യെ ഒന്ന് പൊടിച്ച് ഒന്ന് പയ്യെ ചതച്ചെടുക്കും. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒത്തിരി ഒന്ന് മൂക്കണ്ട, ഒരു 5-6 സെക്കൻഡ് ഒന്ന് ഇട്ടു, അത്രയും സമയമുള്ളൂ. അപ്പൊ അതിലേക്ക് നമ്മൾ ഒരൊറ്റ സബോള കണ്ടില്ലേ, സബോള നമ്മൾ കുനുകുനാന്നരിഞ്ഞ സബോളയാണ്. അപ്പൊ ആ സബോളയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. സബോള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരല്പം ഒരു ലേശം നമ്മുടെ ഉപ്പ് കൂടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. അപ്പൊ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സബോള ഒന്ന് വഴണ്ടിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണേ, ചിക്കൻ. പക്ഷെ ചിക്കൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ കറി പീസ് പോലെ നുറുക്കിയതല്ലേ. അമ്മയ്ക്ക് രാത്രിയിലായതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങ് വയ്യ കേട്ടോ. അതുകൊണ്ടാണ് അമ്മ സംസാരിക്കുക പറയുകയൊന്നും ചെയ്യാത്തത്. അപ്പൊ അമ്മ എന്നോട് പറയാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാനാണ് ഇന്ന് അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ശബ്ദം ഞാനായി മാറുകയാണ് ഇപ്പോ. അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ സബോളയിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു 3/4 ടീസ്പൂണും കൂടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം മറ്റൊരു ഇൻഗ്രീഡിയന്റ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ലൈം ജ്യൂസ് ആണ്. ഒരു ലേശം ലൈം ജ്യൂസും കൂടെ നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ചിക്കന്റെ കളറൊക്കെ ഒന്ന് മാറി വരാനും ഒക്കെ ഇത് നല്ലതാണ് ഈ ലൈം ജ്യൂസ്. പിന്നെ ഒന്ന് സോഫ്റ്റ് ആവും ചിക്കൻ. അപ്പൊ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കന്. അപ്പൊ നമ്മുടെ ആ ചിക്കന്റെ മീറ്റിന്റെ കളറൊക്കെ മാറി ഇനി നല്ലൊരു വൈറ്റ് കളറിലേക്ക് ചിക്കൻ ഒന്ന് മാറണം. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ തീ നന്നായിട്ട് കൂട്ടിയാണ് കേട്ടോ വെക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടോ ചിക്കന്റെ കളർ കണ്ടോ വൈറ്റ് കളറിലേക്ക്, പ്യൂർ വൈറ്റ് കളറിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ലൈം ജ്യൂസും എല്ലാം കൂടെ ചിക്കനിലേക്ക് ചെന്നപ്പോൾ അതിന്റെ കളർ നന്നായിട്ടൊന്ന് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സമയത്താണ് നമ്മൾ ഉപ്പും കൂടെ ചേർക്കാനായിട്ട് മറക്കരുത്. ചിക്കൻ ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പൊ നമ്മൾ ചേർക്കുന്നത്. ആദ്യം നമ്മൾ സബോളയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തോളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ കുരുമുളക് കണ്ടോ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒത്തിരി പൊടിയല്ല, ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുവാണ് ചെയ്തത് കുരുമുളക്. അപ്പൊ നമ്മുടെ ചിക്കന്റെ കളറൊക്കെ മാറി നല്ല വെള്ള നിറമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് അടുത്തായിട്ട് ചേർക്കാൻ പോകും നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് അല്ലേ, ഉരുളക്കിഴങ്ങ് അതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുവാണ്. ഒരു സാമ്പാർ കഷ്ണത്തിന്റെ ഒക്കെ വലിപ്പത്തിൽ. പിന്നെ ഒരു മുറി ക്യാരറ്റ്, അതായത് ഒരു ക്യാരറ്റിന്റെ പകുതി പകുതി മതി. അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടാൻ നോക്കാം. അപ്പൊ തന്നെ അതൊക്കെ നല്ല കളർഫുൾ ആയി. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടപ്പോ ഒരു ലേശം ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും കുറവ് മാത്രം ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലേക്കും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പൊ ശരിക്കും നമ്മൾ 3 പ്രാവശ്യം ഇപ്പൊ ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്ലേ. കുറച്ച് ചേർക്കുള്ളൂ, ഒന്നിച്ച് ഒത്തിരി ഉപ്പ് ചേർക്കരുത്. അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചൂടായി ഒന്ന് വാടി തുടങ്ങിയിട്ട് അപ്പൊ ഇനി നമുക്ക് സ്വല്പം കറിവേപ്പിലയും കൊണ്ട് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇനി എന്നാ ചേർക്കുന്നത്, മൂന്നാം പാല്. നിങ്ങൾ 2-ാം പാലും 3-ാം പാലും ഒന്നിച്ചാണെങ്കിൽ അത് ചേർത്താലും മതി. അപ്പൊ നമുക്കിപ്പോ 3-ാം പാല് ചേർക്കുക അല്ലെ. അപ്പൊ 3-ാം പാല് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് നമുക്ക് തീ നന്നായിട്ട് കൂട്ടിയാണ് കേട്ടോ ഇപ്പൊ വെച്ചേക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു 10 മുതൽ ഒരു 10-12 മിനിറ്റ് അല്ലെ അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യണം.
ഇത് ഒന്ന് ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ എന്തായാലും തിളച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വെള്ളം കുറയുന്ന അനുസരിച്ച് നമുക്ക് രണ്ടാം പാലും കൂടെ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ രണ്ടാം പാലും കൂടെ ചേർക്കണം. നിങ്ങൾ 2ഉം 3ഉം പാലും ഒന്നിച്ച് ചേർത്താലും ഒരു കുഴപ്പമില്ല. സ്റ്റൂ അങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഒരു 12 മിനിറ്റ് മതി. പക്ഷെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നു നോക്കണം. തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. അപ്പൊ 4 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വെച്ചിരുന്ന രണ്ടാം പാലും കൂടെ അതിന്റെ കൂടെ ഒഴിച്ചേക്കാം. മധുരക്കിഴങ്ങ് നമുക്ക് കുക്ക് ആവാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളിത് തൊലി കളഞ്ഞിട്ടില്ല, നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി പക്ഷെ ഒന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുറിച്ച മധുരക്കിഴങ്ങും ഒപ്പം നമ്മുടെ മത്തങ്ങ നമ്മളിത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങളാക്കി മത്തങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എയർ ഫ്രയറിന്റെ ട്രേക്കകത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ട്രേക്കകത്തേക്ക് നമുക്ക് ഈ 2 സാധനങ്ങൾ നമുക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ഒന്നിച്ച് ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ നമ്മളുടെ മധുരക്കിഴങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഒരു സാധനവും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഉപ്പോ ലൈമോ അങ്ങനെ ഒരു സാധനം ചേർക്കാതെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്രയറിന്റെ അകത്ത് വെച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളുടെ മത്തങ്ങ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊരു കാര്യം ചെയ്യാം, ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു എയർ ഫ്രയറിന്റെ ചൂടും അതോടൊപ്പം തന്നെ അതിന്റെ ആ ഒരു ടൈമിങ്ങിലൊക്കെ വ്യത്യാസം കാണും. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാം. 10-12 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങുകൾക്കകത്ത് ഒരു 2-3 ഉരുളക്കിഴങ്ങ് നമുക്ക് പയ്യെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു തവി കൊണ്ടൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പാകും. ചില ആൾക്കാർ കോൺഫ്ലോർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്, ജസ്റ്റ് കലക്കി ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കുന്ന ആൾക്കാരും ഉണ്ട് സ്റ്റൂവിന് കൊഴുപ്പ് കിട്ടാനായിട്ട്. പക്ഷെ ഈ ഉരുളക്കിഴങ്ങ് തന്നെ ഒന്ന് മൊത്തം ഉടയ്ക്കരുത്, കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഒരു കുറുകം നമുക്ക് കിട്ടും. ഇനി അതല്ല, 3ആം പാല് നമ്മൾ ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇനിയും ചേർക്കാനുണ്ട് കേട്ടോ. നമ്മുടെ 1ആം പാല് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരല്പം ഒരു 1/4 ടീസ്പൂൺ കണ്ടില്ലേ ഗരം മസാലയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മൾ ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുരുമുളക് നമ്മൾ എടുത്തു വെച്ച മുഴുവൻ കുരുമുളകും വേണ്ട കേട്ടോ, കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ കുരുമുളകിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും കുറുകമ്പാൽ, ഇനി ഈ കുറുകമ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കാൻ ഒന്നും പാടില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും കുറുകനായിട്ടുള്ള നമ്മുടെ ആ ഒരു 1ആം പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറിയിട്ടുണ്ട് കറി. ഇനി നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളിത് ഗ്യാസ് നമ്മുടെ ഓഫ് ചെയ്തിട്ടുണ്ട്. കറിയുടെ ഒരു ചൂടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പച്ച കറിവേപ്പില കണ്ടില്ലേ, അപ്പൊ കുറച്ച് പച്ച കറിവേപ്പില നമ്മൾ ഒന്ന് ജസ്റ്റ് ഇത് ഒന്ന് പയ്യെ ഒന്ന് കയ്യിലിട്ടൊന്ന് ഞെവിടിയിട്ട് നമ്മൾ അതും കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കറി ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നില്ല, ഇനി കുറച്ച് പ്രോസസ്സും കൂടി ഉണ്ട്. ഒരു 6-7 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം. ഇനി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് അടച്ചവിടെ ഇരിക്കട്ടെ. ഈ കറി ചീനിച്ചട്ടിയിൽ നമ്മൾ കുറച്ചല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി കണ്ടില്ലേ, നമ്മൾ കടുകൊന്നും ഇടത്തില്ല, മറിച്ച് കൊച്ചുള്ളി മാത്രം നമ്മൾ ഒന്നിട്ടിട്ട് ഒന്ന് മൂപ്പിക്കാൻ പോവാണ്. നമ്മൾ ഉള്ളി ഇത് അങ്ങനെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മൂത്ത ഉള്ളി നമുക്ക് നമ്മുടെ നേരെ കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പൊ നമ്മുടെ കറി നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു തവിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 10-12 മിനിറ്റിന് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് വിളമ്പാ സമയത്ത് എടുത്താൽ മതി. ഇത് അനക്കണ്ട ഈ കറി. മധുരക്കിഴങ്ങ് അങ്ങനെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കുക്കായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ഒരു എയർ ഫ്രയറിന്റെ ട്രേക്കകത്ത് നമുക്ക് മധുരക്കിഴങ്ങ് ആദ്യം നമുക്ക് മാറ്റാം. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിക്കുന്നതിനേക്കാളും പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളൊക്കെ മാറ്റമുണ്ട് ഇതിന്. ഇത് നമ്മളൊരു ചുട്ട് കഴിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു മധുരക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ എയർ ഫ്രയറിൽ എടുക്കുമ്പോൾ. മത്തങ്ങയ്ക്കകത്ത് ഞാൻ ഒരല്പം ഉപ്പ് വെതറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നേരെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മത്തങ്ങയിൽ നമ്മൾ ഉപ്പ് വെതറിയ കൊണ്ടാണ് ചെറിയൊരു ഇച്ചിരി വെറ്റായിട്ട് ഇതിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി എങ്ങനെയാണ് മത്തങ്ങ നമ്മളിപ്പോ ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്റ്റീം ചെയ്ത് വേണേലും എടുക്കാം, പക്ഷെ സ്റ്റീം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും.
എയർ ഫ്രയറിലോ അല്ലെങ്കിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും നല്ലതാണ്. നമുക്ക് മൈക്രോവേവ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് അറിയുകയും ചെയ്യാം ഇതിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ കണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുട്ടൊക്കെ എടുക്കുന്ന അതേ രീതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒന്നിച്ച് നമ്മൾ ഡിഷാക്കി മാറ്റാൻ പോകുന്നേ ഉള്ളൂ. ഇതും കൂടെ കുക്കായതിനു ശേഷമാണ് നമ്മൾ ഇത് ഒന്നിച്ചാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ആദ്യം തന്നെ ഒന്ന് കാണിക്കാം കേട്ടോ. അത് ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ. നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ, നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ട്രൈ നോക്കാം. നിങ്ങൾക്ക് പാലപ്പം, അപ്പം, ഇടിയപ്പം എന്തിന്റെയും കൂടെ, ബ്രെഡ് എന്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതുമാണ്. ഒപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞു നമ്മൾ നോർമൽ ഒരു ഡിന്നർ അല്ല ഇന്ന് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മളുടെ അകത്ത് കണ്ടില്ലേ 2 പീസ് ബ്രെഡ് ഉണ്ട്, നമ്മുടെ പംകിൻ നമ്മൾ കുക്ക് ചെയ്തെടുത്തുകൊണ്ട്. ഇത് നമ്മൾ ഇന്ന് എയർ ഫ്രയറിലാണ് വെച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഇത് എയർ ഫ്രയർ അല്ലെങ്കിൽ സ്റ്റീമറിന്റെ അകത്ത് വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. ഇങ്ങനെ എന്ത് രീതിയിലും നമുക്ക് ഈ പംകിൻ കട്ടിയെടുക്കാം, നല്ല കേക്ക് പീസ് പോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അതിന്റെ ഒപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പീസ് സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു ചുട്ട് കഴിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു എയർ ഫ്രയറിൽ വരുമ്പോഴത്തേക്കും. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് നമ്മൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ നമ്മുടെ ഒരു ചിക്കനും കൂടി കണ്ടില്ലേ, ചിക്കനും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളുടെ ഈ ചിക്കൻ സ്റ്റൂവും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിന്നർ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റും സ്റ്റൈലുമാണ് ഇതിന്. അപ്പൊ നമ്മൾ നോർമൽ ഒരു ചോറും അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിനേക്കാളും മറ്റൊരു രീതിയിലാണ് നമുക്ക്. അപ്പൊ ഇത് ഒരു ഫോർക്കൊക്കെ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പൊ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഇതെല്ലാം ഉണ്ടാക്കി, പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്നൊന്ന് വയ്യാതെയായി. അപ്പൊ എല്ലാ കാര്യങ്ങളും കൂടി കുക്കിങ്ങും ക്യാമറയും എല്ലാം കൂടെ ഞാൻ ചെയ്താണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഈ ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂടി ചെയ്യണം. അപ്പൊ അതെ, നമ്മളുടെ ഇന്നത്തെ ഒരു ഡിന്നർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മത്തങ്ങ കുക്ക് ചെയ്തതും അതോടൊപ്പം തന്നെ നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോയും ബ്രെഡും നമ്മുടെ സ്റ്റൂ അല്ലെ, അമ്മയുടെ സ്പെഷ്യൽ സ്റ്റൂ. ഇത് സ്റ്റൂ അമ്മയുടെയാണ്, ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താണ്. നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഡിന്നർ കഴിക്കാം കേട്ടോ അല്ലെ. പക്ഷെ നമ്മള് കോഴിയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താറുണ്ടല്ലോ, അവർ നന്നായിട്ട് കഴിച്ചോളും, ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾക്ക് ഇതിപ്പോ നമ്മളിപ്പം എയർ ഫ്രയറിലാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് എയർ ഫ്രയർ അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അല്ലെ. അപ്പത്തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഉണ്ട് അതിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും ഇത് 3 ഐറ്റവും കൂടെ, ഈ മത്തങ്ങയും ഈ സ്വീറ്റ് പൊട്ടറ്റോയും ഈ ബ്രെഡും ഒപ്പം ചിക്കനും സ്റ്റൂവും കൂടെ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. സൂപ്പർ ഉണ്ട്, നല്ല ക്രീമി ടെസ്റ്ററിൽ അടിപൊളിയാണ്. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്നും രാത്രി ഉണ്ടാക്കി അല്ലേ, ഈ അൽഫാം ബിരിയാണി ഒക്കെ മാത്രം കഴിക്കുന്ന വരായിട്ട് ഇടയ്ക്ക് ഇതുപോലെ ട്രൈ നോക്ക്. നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പുറത്തുനിന്നൊന്നും മേടിച്ചു. പിന്നെ വേറെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണതിന്റെ അകത്തുണ്ട് കേട്ടോ. നമ്മൾ ഇത് വേണമെങ്കിൽ ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ആ പ്രസന്റേഷനിലാണ് പിള്ളേര് കഴിക്കാനായിട്ട് അല്ലെ, കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിള്ളേർക്ക് തന്നെ നമുക്കാണെങ്കിലും ഫുഡ് പ്രസന്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ട്. അപ്പൊ ഇന്നിപ്പോ അമ്മ ഇതേ പാടില്ലാത്തതുകൊണ്ട് അമ്മ പോയി കിടക്കുന്നുണ്ട്, ഇപ്പൊ വന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിന്ന് പ്രോപ്പറായിട്ട് എല്ലാം കൂടെ അല്ലെ അമ്മ ഇതെല്ലാം ചെയ്തു തന്നേനെ. അത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം അല്ലേ മാം. ഒപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ.